അസിറാൾ ബൈനൽ ഇസ്ലാമി വൽ വസനിയ, പിന്നെ ഇസ്ലാമിനും ബിംബാരാധനയ്ക്കും ഇടയിൽ സംഘടനം എന്നർത്ഥമുണ്ടിരുന്ന ഒരു ഗ്രന്ഥം രചിച്ച അയാൾ. ശരിക്ക് ഈ അന്ധവിശ്വാസാനാചാരങ്ങൾക്കെതിരിൽ പ്രൗഢമായ രചനയാണത്. ആ രചന ഈ അബ്ദുൽ ഖസീമി നടത്തി. അയാൾ അത് നടത്തിയപ്പോൾ പണ്ഡിതന്മാരെന്ന് പറഞ്ഞത് സ്വർഗത്തിനുള്ള മഹർ അയാൾ കൊടുത്തു എന്നാണ്. അത്ര ഗംഭീരമായ രചനയായിരുന്നു ആ പുസ്തകം. അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള മറുപടി അത്ര സുന്ദരമായ രചന പിന്നെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഹറമിലെ മിമ്പറിൽ വെച്ച് വരെ അയാളെ പ്രശംസിച്ച് അന്ന് ഖുതുബ പറഞ്ഞു എന്നാണ് ഈ അബ്ദുൽ ഖസീമി. അങ്ങനെ അന്ന് അബ്ദുൽ അസീസ് രാജാവാണ്, ഇപ്പോഴത്തെ രാജാക്കന്മാരുടെ പിതാവ് അബ്ദുൽ അസീസ് രാജാവാണ് അന്നത്തെ ഭരണാധികാരി ഇവിടെ. അയാളോട് വരെ പണ്ഡിതന്മാർ ചെന്നിട്ട് പറഞ്ഞത് ഈ അബ്ദുൽ ഖസീമി ഈ ഒരു രചനയിലൂടെ സ്വർഗത്തിന് മഹർ നൽകി എന്നുള്ളതാണ്. അങ്ങനെ പ്രസിദ്ധനായ അബ്ദുൽ ഖസീമി പിന്നെന്ത് ചെയ്ത് അയാളുടെ ബുദ്ധി വൈഭവം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നൈപുണ്യം, വൈജ്ഞാനിക പാഠവം അതിനെ മുന്നിൽ കണ്ടിട്ട് അയാളെ എന്ത് ചെയ്ത് ദുനിയാവിലൂടെ എന്ത് ചെയ്ത് അവർ അവിടെ തന്നെ ഈജിപ്തുകാർ തന്നെ അതേപോലെ തന്നെ പടിഞ്ഞാറൻ ലോബി വിലക്ക് വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്ത് നേരെ തലകുത്തനെ മറിഞ്ഞ് പിന്നെ ഇസ്ലാമിനെതിരിൽ എഴുതാൻ തുടങ്ങി. തനി കുഫറും ഇസ്ലാമിനെ ശകാരിക്കുന്ന അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള രചനകൾ വരാൻ തുടങ്ങി. ഹാദിഹി അൽ അഗ്ലാൽ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് അയാൾക്ക്. അതൊക്കെ പച്ച ദീനിനെ നിരക്കാത്ത കാര്യങ്ങളുടെ രചനയാണ്. വളരെ മോശമായ രചനകൾ എഴുതി അയാൾ നേരെ തലകുത്തനെ. അങ്ങനെ പിന്നെ അയാൾക്ക് ഇവിടെ പ്രവേശനം നിരാകരിച്ചു. പിന്നെ ഇങ്ങനെ സംഭവം കാണാൻ സാധിക്കും. ഏതായാലും മുഹമ്മദ് മുതവല്ലി ഷാറാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. ഈ പിന്നെ അബ്ദുൽ ഖസീമിയോട് സംസാരിക്കാനിരുന്നു. കാരണം അയാൾ ഒരു കാലത്ത് ദീനിൻ്റെ ഉജ്ജ്വല തൂലിക അയാളാണ്. പിന്നെ ഇസ്ലാമിനെ എന്ത് ചെയ്യുന്നത് കടക്കൽ കത്തിവെക്കുന്ന അപകടമായി പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് മുന്നിലിരുന്ന് അങ്ങനെ മുഹമ്മദ് മുതവല്ലി ഷാറാവിയാണ് അന്നത്തെ പ്രസിദ്ധനായ പണ്ഡിതൻ ഈജിപ്തിൻ്റെ മണ്ണിൽ ഇരുന്നു. പക്ഷേ മൂപ്പരുടെ ആ നിഷേധ ഭാഷ്യം ഉണ്ടല്ലോ, അതിനു മുമ്പിൽ മുതവല്ലി ഷാറാവി പകച്ചുപോയി എന്നാണ്. മൂപ്പര് നിർത്തി. മുതവല്ലി ഷാറാവി ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ എന്നുള്ള ആയത്ത് അത് അവിടെയാണ്. ഉപദേശം ഉപകരിക്കുന്നിടത്ത് ഉപദേശിക്കാനാണ് പറഞ്ഞത്. അത് ഉപകരിക്കാത്തത് കണ്ടപ്പോൾ മുതവല്ലി ഷാറാവിയോട് ഇറങ്ങിപ്പോകുന്നതാണ്. മൂപ്പരോടുള്ള സംസാരം നിർത്തി.